അതെങ്ങനെയാണ് കുറയുന്നത്? അതായത് ശരാശരി ഒരു ഞാൻ പറയട്ടെ, ശരാശരി ഒരു 150-ലധികം സിനിമകൾ ഇവിടെ ഒരു വർഷം മേക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആക്ടേഴ്സിനും അല്ലാത്തവരും ഒക്കെ കൂടിയിട്ടാണ് ആ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിനിമയെ സ്നേഹിക്കുന്ന, ആത്മാർത്ഥമായിട്ട് സിനിമയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന എല്ലാവർക്കും സിനിമയിലൊരു സ്പേസ് ഉണ്ട്. ഇപ്പം ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ആണോ അവരൊക്കെ ചെയ്യുന്ന? അത് എനിക്ക് ഓരോ കഥാപാത്രവും ഓരോ ആർട്ടിസ്റ്റ് ചെയ്യുമ്പോൾ ഓരോ പോലിരിക്കും, അത് ഓരോ രീതിയിൽ നന്നായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ എന്താ പറയുക, എനിക്ക് വളരെ നല്ല ബന്ധമുള്ള ആളുകളാണ് എൻ്റെ തലമുറയിലുള്ള നിങ്ങൾ എൻ്റെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് കരുതുന്ന നടന്മാർ. പക്ഷേ ഇവരൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലായിട്ടും അല്ലെങ്കിൽ ഫംഗ്ഷൻസിനൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. ഞങ്ങളൊക്കെ ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഞങ്ങളുടെ ഫ്യൂച്ചർ സിനിമകളെ പറ്റി, ഞങ്ങളുടെ കുടുംബങ്ങളെ പറ്റി, ഞങ്ങളുടെ ഫാമിലി, ഞങ്ങളുടെ മക്കളെ പറ്റിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്ന, സംസാരിക്കുന്ന ആളുകളാണ്. നിങ്ങൾ വെറുതെ ഗോസിപ്പുകളിൽ വിശ്വസിച്ച് അല്ലെങ്കിൽ ഗോസിപ്പുകളാണ് സത്യം എന്ന് കരുതുന്നത് അത് അങ്ങനെ ഒരിക്കലും പാടില്ല. നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നത് വിശ്വസിക്കൂ. കാര്യം ഞാനും ഇങ്ങനെയുള്ള പല ഗോസിപ്പുകളും കേട്ടിട്ടുണ്ട്. ഒരു നടൻ വന്നതുകൊണ്ട് മറ്റൊരു നടന് ഒരിക്കലും എന്തെങ്കിലും അവസരം കുറയുകയോ നഷ്ടപ്പെടുകയോ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ പേഴ്സണലി മറ്റൊരാളുടെ കഴിവുകേട് കൊണ്ട് ജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല. ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് മാത്രം ജയിക്കണം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുപോലെ തന്നെയാണ് എൻ്റെ ഫെല്ലോ ആക്ടേഴ്സ്, എൻ്റെ കൂടെയുള്ള ഈ ഇൻഡസ്ട്രി. ഞാൻ കാണുന്നത് ഇവരൊക്കെ ഞങ്ങളെല്ലാവരും കൂടുന്നതാണ് മലയാളം സിനിമ. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് മലയാളം സിനിമയെ ഒരു വേൾഡ് ക്ലാസ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം എൻ്റെ ടീം മേറ്റ്സ് ആണ് അവർ. ഒരു ടീമിലെ ആളുകൾ എല്ലാവരും ഒരുമിച്ച് ഒരുപോലെ നന്നായി കളിക്കുമ്പോഴാണ് ആ ടീം ജയിക്കുന്നത്. അപ്പോൾ മലയാള സിനിമയാണ് ഞങ്ങളുടെ ടീം, ഞങ്ങളൊക്കെ അതിൻ്റെ ടീം മെമ്പേഴ്സാണ്. അപ്പോൾ ഒരാൾ നന്നായി കളിക്കുന്നതുകൊണ്ട് മറ്റൊരാൾക്ക് നന്നായി കളിക്കാൻ പറ്റാതിരിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. ആർക്കും ആരുടെയും ഇപ്പം എനിക്ക് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് സിനിമകളെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്നെ കൊണ്ട് പറ്റാത്ത കഥാപാത്രങ്ങളുണ്ടാവും. എന്നെക്കാളും നന്നായിട്ട് ഒരു പെർട്ടിക്കുലർ കഥാപാത്രം ചെയ്യുന്ന മറ്റു നടന്മാരുണ്ടാവും. അപ്പോൾ അത് അവർ ചെയ്യും, എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യും. അങ്ങനെ എല്ലാവരും കൂടിയിട്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്.